അന്തിക്രിസ്തുവും എറണാകുളം വിമതരും. മാർപ്പാപ്പയാണോ അന്തിക്രിസ്തു? ചോദ്യം ഉത്തരം പങ്ക്തി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ആരാണ് അന്തിക്രിസ്തു അഥവാ എതിർ ക്രിസ്തു? കത്തോലിക്ക സഭ വിട്ടുപോയവർ മാർപ്പാപ്പയാണ് അന്തിക്രിസ്തു എന്ന് പ്രചരിപ്പിക്കാൻ കാരണമെന്ത്? അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് എറണാകുളത്ത് ദൃശ്യമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിഗണിക്കുന്നത്. നമുക്കറിയാം, അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന വാക്ക് വളരെ പ്രസിദ്ധമാണ്, കുപ്രസിദ്ധമാണെന്നും പറയാം. എന്തുമാത്രം സാഹിത്യകൃതികളും സിനിമകളുമാണ് അന്തിക്രിസ്തുവിനെക്കുറിച്ച് ഇറങ്ങിയിരിക്കുന്നത്. മിക്കവയും വന്യമായ ഭാവനയാണ്. കലാകാരന്മാരുടെയും സിനിമാ പ്രവർത്തകരുടെയും ഒക്കെ ഭാവന. പക്ഷെ അതൊക്കെ നമ്മുടെ മനസ്സിലേക്കും സിനിമ കണ്ടിട്ടോ അല്ലാതെയോ ഒക്കെ നമ്മുടെ മനസ്സിലും അത് വല്ലാതെ അങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 4 സ്ഥലത്ത് മാത്രമേ അന്തിക്രിസ്തു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. 4 യോഹന്നാൻ്റെ ലേഖനങ്ങളിലാണ്. 3 പ്രാവശ്യം ഒന്നാമത്തെ ലേഖനത്തിലും 1 പ്രാവശ്യം രണ്ടാമത്തെ ലേഖനത്തിലും. പലരും വിചാരിക്കുന്നത് അന്തിക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിലാണെന്നാണ്. ഇല്ല, അന്തിക്രിസ്തു എന്ന വാക്ക് വെളിപാട് ഗ്രന്ഥത്തിലില്ല. മറ്റ് പലയിടത്തും അന്തിക്രിസ്തുവിനെക്കുറിച്ച് പരോക്ഷ പരാമർശങ്ങളുണ്ടെന്ന് പലരും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവയ്ക്കൊന്നിനും തന്നെ കൃത്യമായ അടിത്തറയില്ല. അപ്പോൾ നമുക്ക് ഈ അന്തിക്രിസ്തു എന്ന വാക്ക് അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന വാക്ക് പ്രത്യക്ഷപ്പെടുന്ന 4 തിരുവചനങ്ങൾ ആദ്യം പരിശോധിക്കാം. 1 യോഹന്നാൻ ഒന്നാമത്തെ ലേഖനം 2:18-19. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യ വിനാഴികയാണ്. അന്ത്യക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം അന്ത്യക്രിസ്തുമാർ എഴുന്നേറ്റിരിക്കുന്നതിനാൽ അന്ത്യനാഴികയാണെന്ന് നമുക്കറിയാം. അവർ അന്ത്യക്രിസ്തുമാർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോയവരാണ്. അവർ നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്നത് പ്രസിദ്ധമാണല്ലോ. അന്തിക്രിസ്തു എന്ന വാക്ക് 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, അതിൻ്റെ അന്തിക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് പോയവരാണ്. കത്തോലിക്ക സഭയിൽ ഉണ്ടായിരുന്നു, എന്നിട്ട് പുറത്തു പോയവരാണ്. അവർ നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നെങ്കിൽ കത്തോലിക്ക സഭയിൽ നിൽക്കുമായിരുന്നു, പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ലാത്തതുകൊണ്ട് ചിലർ പുറത്തു പോയി. അപ്പോൾ അന്തിക്രിസ്തു അന്ത്യവിനാഴികയിൽ വരും. പക്ഷെ ഇപ്പം തന്നെ അനേകം എതിർ ക്രിസ്തുമാർ എഴുന്നേറ്റിരിക്കുന്നത് കൊണ്ട് ഇത് അന്ത്യവിനാഴികയാണ്. എതിർ ക്രിസ്തുമാർ, അന്ത്യക്രിസ്തുമാർ നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് പോയവരാണ്. അവരാദ്യം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് അന്ത്യക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. 1 യോഹന്നാൻ 2:18-19 ഞാൻ വായിച്ചത്. ഇതിൽ നിന്ന് ഇവിടെ ആ വചനം വായിച്ചാൽ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് വായിച്ച് നമുക്ക് മനസ്സിലാകും. ഒരു പ്രധാനപ്പെട്ട അന്ത്യക്രിസ്തുവും അനേകം ചെറിയ എതിർ ക്രിസ്തുമാരും ഉണ്ടാകും. ഒരു പ്രധാനപ്പെട്ട അന്ത്യക്രിസ്തു, അതൊരു വ്യക്തിയായിരിക്കാം, അയാളെ പിന്തുണയ്ക്കുന്ന കുറേ എതിർ ക്രിസ്തുമാർ. ആ പ്രധാനപ്പെട്ട അന്ത്യക്രിസ്തു വരാനിരിക്കുന്നു. പക്ഷെ അതിന് മുന്നോടിയായിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ എതിർ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതെല്ലാ കാലത്തും ഉള്ളതുകൊണ്ട് എല്ലാ കാലവും അന്ത്യവിനാഴികയാണ്. ഞാൻ പല പ്രാവശ്യം പഠിപ്പിച്ച കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ്. യുഗാന്തം ഒരു പ്രക്രിയയാണ്. ദൈവം മനുഷ്യനായപ്പോൾ യുഗാന്തം തുടങ്ങി. അവൻ്റെ 2ാമത്തെ ആഗമനത്തിൽ അത് അവസാനിക്കും. അപ്പോൾ യുഗാന്തം എന്ന് പറയുന്നത് മനുഷ്യാവതാരം തുടങ്ങി ക്രിസ്തുവിൻ്റെ ദ്വിതീയാഗമനം വരെയുള്ള കാലയളവാണ്. ആ സമയത്ത് അതിൽ പല സ്ഥലത്തും ഈ അന്ത്യക്രിസ്തുവിൻ്റെ ചെറിയ പതിപ്പുകൾ എതിർ ക്രിസ്തുമാർ വന്നുകൊണ്ടിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, അവർ നമ്മിൽ നിന്ന് പുറത്തു പോയവരാണ്. ഇത്രയും പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചില എതിർ ക്രിസ്തുമാർ വന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു.
രണ്ടാമത്തെ ലക്ഷണം, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ. യേശു ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നതിനാൽ അല്ലാതെ മറ്റാരാണ് കള്ളൻ? യേശു ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളൻ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെയാണ് അന്ത്യക്രിസ്തു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെയാണ് അന്ത്യക്രിസ്തു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുമുണ്ട്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2:22-23. പുത്രനെ നിഷേധിക്കുന്ന ആൾക്കാർ ആരാണ്? നമ്മുടെ ഇടയിൽ പോയവർ ഉള്ളവർ. ഒരു ലക്ഷണം പറഞ്ഞാൽ യഹോവയുടെ സാക്ഷികൾ അവർക്ക് ഈ ലക്ഷണം ചേരും. 3-ാമത്തെ ലക്ഷണം, യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ്. യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതല്ല യേശുക്രിസ്തു എന്ന് പറയുന്നവർ നിങ്ങൾക്ക് ഓർക്കാൻ വേണമെങ്കിൽ ആരാണെന്ന്. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4:3 ഞാൻ വായിച്ചത്. നമ്മുടെ ഇടയിലെ കുറേ മുസ്ലിം സഹോദരന്മാർ അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചും കൊന്നൊടുക്കും കൊണ്ടുപോയതാണ്. ചുരുക്കത്തിൽ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും മനുഷ്യ സ്വഭാവവും അവൻ സത്യമായും മനുഷ്യനാണ്, സത്യമായും ദൈവമാണ് എന്ന കാര്യങ്ങൾ നിഷേധിക്കുന്നവരാണ് അന്ത്യക്രിസ്തു. ക്രിസ്തു ദൈവവും മനുഷ്യനുമാണെന്നും അവന് ദൈവം മനുഷ്യനായി അവതരിച്ചു, മനുഷ്യാവതാരം, അവന് പൂർണ്ണ മനുഷ്യസ്വഭാവമുണ്ട്. ഇക്കാര്യങ്ങൾ നിഷേധിക്കുന്നവനാണ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ അന്ത്യക്രിസ്തു. ഇത് സ്ഥിരീകരിക്കുകയാണ് അടുത്ത വചനം, യോഹന്നാൻ 2-ാമത്തെ ലേഖനം 7-ാമത്തെ വാക്യം. യേശുക്രിസ്തു ജഡത്തിൽ വന്നവനാണെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുന്നു. യേശുക്രിസ്തു ജഡത്തിൽ വന്നവനാണെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടു വന്നിരിക്കുന്നു. വഞ്ചകനും അന്ത്യക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. യോഹന്നാന്റെ 2-ാമത്തെ ലേഖനം 7. അപ്പം അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവും അതിനോട് സഹകരിക്കുന്ന മാനുഷിക എതിർ ക്രിസ്തുമാരും ചെയ്യുന്ന വഞ്ചന എന്തെന്ന് ഈ തിരുവചനങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് യേശു ദൈവമാണെന്നും അവൻ ജഡത്തിൽ വന്നുവെന്ന സത്യം, യേശു ദൈവമാണെന്ന സത്യവും അവൻ മനുഷ്യാവതാരം ചെയ്തു ജഡത്തിൽ വന്നുവെന്ന സത്യവും നിഷേധിക്കുന്നതാണ് അന്ത്യക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഈ 4 തിരുവചനങ്ങളിൽ നിന്ന് 1 യോഹന്നാൻ 2:18-19, 1 യോഹന്നാൻ 2:22-23, 1 യോഹന്നാൻ 4:3, പിന്നെ 2 യോഹന്നാൻ 7, ഈ 4 തിരുവചനങ്ങളാണ് അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഈ 4 വചനങ്ങളിൽ നിന്ന് നമുക്ക് താഴെ പറയുന്ന നിഗമനങ്ങൾ എടുക്കാം. 1, ദൈവം മനുഷ്യനായി വന്ന ആളല്ല യേശു എന്നും അവൻ വെറും മനുഷ്യൻ മാത്രമാണെന്നും പ്രചരിപ്പിക്കുന്നവനാണ് അന്ത്യക്രിസ്തു. പണ്ട് എബിയോണിസം എന്ന് പറഞ്ഞൊരു പാഷാണ്ഡത ഉണ്ടായിരുന്നു. ആ പാഷാണ്ഡത പഠിപ്പിച്ചിരുന്നത് ഇവരാണ്. അവർ അന്ത്യക്രിസ്തുവായിരുന്നു. ദൈവം മനുഷ്യനായി വന്ന ആളല്ലെന്നും ദൈവം മനുഷ്യനായി വന്ന ആളല്ല യേശുവെന്നും അവൻ വെറും മനുഷ്യൻ മാത്രമാണെന്നും പ്രചരിപ്പിച്ചിരുന്നു എബിയോണിസം. ചില വേദശാസ്ത്രികൾ ശ്രീബുദ്ധനെ പോലെ, ശ്രീരാമനെ പോലെ, ശ്രീകൃഷ്ണനെ പോലെ, മുഹമ്മദിനെ പോലെ ഒരാളാണ് യേശു ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അവർ അന്ത്യക്രിസ്തുവിൻ്റെ ഏജന്റുമാരായ എതിർ ക്രിസ്തുമാരാണ്. 2, ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം യഥാർത്ഥത്തിലുള്ളതല്ല എന്നും അവൻ മനുഷ്യനായി കാണപ്പെട്ടതേയുള്ളൂ, വെറും മിഥ്യയാണ് അവൻ്റെ മനുഷ്യത്വം, വെറും മായയാണ്, മിഥ്യയാണ് എന്ന് പഠിപ്പിക്കുന്നവർ ഡൊസറ്റിസം എന്ന് പറയും. ഡോക്കയോ എന്ന് വെച്ചാൽ പ്രത്യക്ഷപ്പെടുക. യേശു മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടതേയുള്ളൂ, ശരിക്കും മനുഷ്യനായിരുന്നില്ല, അങ്ങനെ പഠിപ്പിക്കുന്നവർ. അത് യേശുവിൻ്റെ മനുഷ്യത്വം യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് പഠിപ്പിക്കുന്നവർ ഡൊസറ്റിസം. അങ്ങനെയുള്ള അവർ അന്ത്യക്രിസ്തുമാരാണ്, അന്ത്യക്രിസ്തുവിൻ്റെ ഏജന്റുമാരാണ് എതിർ ക്രിസ്തുമാർ. പിന്നെ യേശുവല്ല മിശിഹ എന്ന് പഠിപ്പിക്കുന്നവർ, വേണമെങ്കിൽ പറയാം ഈ യഹൂദന്മാരിൽ കുറേ പേര്.
യേശു അല്ല മിശിഹ, നസറത്തിൽ യേശു അല്ല മിശിഹ എന്ന് പഠിപ്പിക്കുന്നവർ. ഈ വിശേഷങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ വിശേഷങ്ങളിൽ ചില വിശേഷങ്ങൾ ചില ഗ്രൂപ്പുകൾക്ക് ചേരും. ചിലത് മാത്രം ഞാൻ ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കുക. ഒന്ന്, യഹോവയുടെ സാക്ഷികൾ. അവർ പുത്രനെ അംഗീകരിക്കുന്നില്ല, പിതാവിനെ മാത്രം അംഗീകരിക്കുന്നുള്ളൂ. അത് അന്തിക്രിസ്തുവിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2, ഞാൻ പറഞ്ഞു ഇസ്ലാമിലെ കുറച്ച് സഹോദരന്മാർ. 3, ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ. ക്രിസ്ത്യാനി ആയിരിക്കെ കമ്മ്യൂണിസത്തിലേക്ക് പോവുക. ഇഹലോകത്ത് തന്നെ സമത്വസുന്ദരമായ രാജ്യം സ്ഥാപിക്കാമെന്നും ദൈവമില്ലെന്നും ആത്മാവില്ലെന്നും അതുകൊണ്ട് മനുഷ്യൻ മറ്റൊരു മൃഗമാണെന്നും തല്ലിക്കൊല്ലാമെന്നും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അവർ അന്ത്യക്രിസ്തുവിൻ്റെ ഏജന്റുമാരായ എതിർ ക്രിസ്തുമാരാണ്. യഹൂദരിൽ ചിലർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ യേശു ദൈവമായിരുന്നെന്ന കാര്യം യേശുവിനെ അറിയാൻ അറിയില്ലായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ചില വേദശാസ്ത്രങ്ങളുണ്ട്. കത്തോലിക്കരുണ്ട്, പ്രൊഫഷണൽക്കാരുണ്ട്. യേശു ദൈവമായിരുന്നു എന്ന കാര്യം യേശുവിന് അറിയാമായിരുന്നില്ല എന്ന് പഠിപ്പിക്കുന്ന ചില വേദശാസ്ത്രങ്ങളുണ്ട്. അവർ അന്ത്യക്രിസ്തുവിൻ്റെ ഏജന്റുമാരായ എതിർ ക്രിസ്തുമാരാണ്. സെമിനാരികളിൽ പോലും ചിലപ്പോൾ അവർ പഠിപ്പിക്കാം. അത് കത്തോലിക്ക സെമിനാരികൾ മാത്രമല്ല, അല്ലാതെയും ഇപ്പം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഒരുപാട് സെമിനാരിക്കാരെയും അല്ലാത്തവരെയൊക്കെ വഴി തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ പല സെമിനാരികളിലും വിസിറ്റിംഗ് പ്രൊഫസറാണ്. അവിടെ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, യേശു ദൈവമാണെന്ന കാര്യം യേശുവിന് അറിയാമായിരുന്നോ? ഞാൻ എന്താ ഇങ്ങനെ ചോദ്യം? അല്ല, ഞങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പ്രൊഫസർ അങ്ങനെ പഠിപ്പിച്ചു. അപ്പം ഞാൻ തിരിച്ചവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇത് ചെന്നിട്ട് നിങ്ങളുടെ ഇടവകയിൽ ജനങ്ങളോട് പറയാൻ പറ്റുമോ? അത് പറ്റില്ല. എന്തേ? ജനങ്ങൾ നിങ്ങളെ ഇരുത്തി പൊറപ്പിക്കില്ല അവിടെ. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് പാഷാണ്ഡതയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പള്ളിയിൽ പറയാൻ പറ്റാത്തത്. ചുരുക്കത്തിൽ യേശു ദൈവമാണെന്ന കാര്യം യേശുവിന് അറിയില്ലായിരുന്നു എന്ന് പഠിപ്പിക്കുന്നവർ, ആ വേദശാസ്ത്രികൾ, ബൈബിൾ പണ്ഡിതന്മാരോ ആരും ആകട്ടെ, അവർ അന്ത്യക്രിസ്തുവിൻ്റെ ഏജന്റുമാരായ എതിർ ക്രിസ്തുമാരാണ്. അവർ അവൻ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് ഈ അധർമ്മമൂർത്തിയെക്കുറിച്ച് 2 തെസ്സലോനിക്ക 4:3 പൗലോസ് പറയുന്നുണ്ട്. അത് അന്ത്യക്രിസ്തുവാണെന്ന് ചിലർ പറയുന്നുണ്ട്. അന്ത്യക്രിസ്തു ആണെങ്കിൽ ഈ പറഞ്ഞ വേദശാസ്ത്രികൾക്ക് അത് ചേരും. ഏതായാലും അന്ത്യക്രിസ്തു എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ 4 തിരുവചനങ്ങൾ മാത്രമാണ്. എങ്കിലും ചില ആളുകളുടെ വീക്ഷണത്തിൽ വെളിപാട് ഗ്രന്ഥത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ കടലിൽ നിന്ന് കയറി വരുന്നൊരു മൃഗമുണ്ട്. ആ കടലിന് കയറി വരുന്ന മൃഗം അന്ത്യക്രിസ്തുവാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 തെസ്സലോനിക്ക 2:3, ഞാൻ 4:3 നേരത്തെ പറഞ്ഞത്, 2 തെസ്സലോനിക്ക 2:3 അധർമ്മമൂർത്തി, ദ മാൻ ഓഫ് ലോലെസ്നെസ് എന്ന് പൗലോസ് പറയുന്നത് അന്ത്യക്രിസ്തുവാണ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട് ചിലർ. പക്ഷേ ഈ വ്യാഖ്യാനങ്ങൾക്കെല്ലാം വലിയ പോരായ്മകളുണ്ട്. ഈ വെളിപാട് ഗ്രന്ഥത്തിൽ 13-ാമത്തെ അധ്യായത്തിലെ മൃഗം, അത് കടലിന് കയറി വരുന്ന മൃഗം, സഭയെ ആദ്യകാലത്ത് പീഡിപ്പിച്ച റോമ ചക്രവർത്തിമാരാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 21:13. ഒന്നാമത്തെ ഇത് പൊളിറ്റിക്കൽ ഫിഗറാണ്, മതപരമായ ഫിഗർ അല്ല. ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മതപരമായ വ്യക്തിയല്ല. ഈ റോമ ചക്രവർത്തി, സഭയെ പീഡിപ്പിച്ച റോമ ചക്രവർത്തിമാരെ പോലെ പിന്നീട് ധാരാളം അന്യായ രാഷ്ട്രീയ നേതാക്കൾ ഉണ്ടായിട്ടുണ്ട്. അവരെയും ഉദ്ദേശിക്കാം. അക്കാലത്ത് റോമ ചക്രവർത്തിമാർ, ഈ റോമ എന്ന് വാക്ക് കേൾക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവർ ഇപ്പോഴത്തെ റോമയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് റോമയിൽ മാർപ്പാപ്പയെയും. അത് വെളിപാട് ഗ്രന്ഥം എഴുതുമ്പോഴത്തെ ആ ചരിത്രം അറിയാതെ അല്ലെങ്കിൽ അത് നിഷേധിച്ച് മാർപ്പാപ്പയും കത്തോലിക്ക സഭയും ആക്രമിക്കാൻ വേണ്ടി ഉള്ള ഒരു ഹിഡൻ അജണ്ടയാണത്. വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഫിഗറാണ്. അതാരാണെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്പോക്കലിപ്സ് അൺസീൽഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 1000-ഓളം പേജുണ്ട്, ഇംഗ്ലീഷിലാണ്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. ഇല്ലെങ്കിൽ അതിൽ ലക്ഷണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചെയ്യും. ആ വെളിപാട് ഗ്രന്ഥം 13-ാമത്തെ അധ്യായം വായിക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആരെയാണ് ഏകദേശം ഉദ്ദേശിക്കുന്നതെന്ന്. ഈ അധർമ്മമൂർത്തി എന്ന് പൗലോസ് പറയുന്നത് ഈ റോമ ചക്രവർത്തിമാരെയാണ് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. പക്ഷെ അവൻ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നാണ് പൗലോസ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ കലികുള യെരൂശലേം ദേവാലയത്തിൽ തൻ്റെ പ്രതിമ വെക്കണമെന്നും തന്നെ ദൈവമായി ആരാധിക്കണമെന്നൊക്കെ കൽപ്പനയിട്ടിരുന്നു. പക്ഷെ അത് നടന്നില്ല, എങ്കിലും കൽപ്പനയിട്ടു. അപ്പോൾ അതുകൊണ്ട് സാധ്യതയുണ്ട് ഈ അധർമ്മമൂർത്തി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ വ്യക്തി ആണ്, അല്ലെങ്കിൽ പിന്നീടുണ്ടായ
ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച വ്യക്തികൾ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു ആളാണ് ചൈനീസ് പ്രസിഡന്റ് ഇല്ലേ, എന്നെ ആരാധിക്കണം. നമ്മുടെ നാട്ടിലുണ്ട്, എന്താണ് ഒരു കീർത്തനം ഉണ്ടായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി അത്. നമ്മുടെ മുഖ്യമന്ത്രി പുകഴ്ത്തിക്കൊണ്ട് കാരണഭൂതൻ, വാക്ക് കിട്ടി, കാരണഭൂതൻ ഇല്ലേ, ദൈവത്തിനുള്ളൊരു വാക്കാണ് അത്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ് കാരണഭൂതൻ, ദൈവം ഞങ്ങളുടെ ഇല്ലേ, ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഈ ആളുകൾ ഇല്ലേ, ദൈവമായിട്ട് ആരാധിക്കാനായിട്ട് മനുഷ്യരെ, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്ത് പറഞ്ഞു, ഞാൻ വെറും മനുഷ്യനല്ല, ഞാൻ അവതരിച്ച ഒരാളാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അതൊക്കെ ഈ പറഞ്ഞ അന്ത്യക്രിസ്തുവിൻ്റെ ഒക്കെ ചില ലക്ഷണങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അന്ത്യക്രിസ്തുവിൻ്റെ അല്ല, ഈ വെളിപാട് ഗ്രന്ഥത്തിലെ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം, അതിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ അന്ത്യക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം പറഞ്ഞത് യോഹന്നാൻ പറഞ്ഞത്, ഒന്ന് യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുക, മനുഷ്യത്വം നിഷേധിക്കുക, പിന്നെ നമ്മിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടു പോയവർ, നമ്മിൽ നിന്ന് പുറത്തു പോയവർ. ഇതൊന്നും തന്നെ ഈ വെളിപാട് പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ മൃഗത്തിന് ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അന്ത്യക്രിസ്തു എന്ന് പറയാൻ പ്രയാസമുണ്ട്. അതുപോലെ അധർമ്മമൂർത്തി എന്ന് പറയുന്ന ആൾ, ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്ന ആൾ ആരാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നിഗമനത്തിലെത്താൻ കഴിയില്ല. ഞാനീ പറഞ്ഞ ചില ലക്ഷണങ്ങൾ ചില ആളുകളൊക്കെ ഉണ്ടെങ്കിലും അത് കൃത്യം അന്ത്യക്രിസ്തു എന്ന് പറയാൻ, നമ്മളീ പറഞ്ഞ ഈ 3 വ്യവസ്ഥകൾ, യോഹന്നാൻ പറഞ്ഞ 3 വ്യവസ്ഥകൾ അവർക്ക് ചേരുമോ എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്. ഈ അന്ത്യക്രിസ്തുവിനെ കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ വളരെ മനോഹരമായ ചില പ്രബോധനമുണ്ട്. അപ്പം നമുക്കതൊന്ന് ആദ്യം കേൾക്കാം. നിങ്ങൾ നേരിട്ട് വായിച്ച് നോക്കുക. കത്തോലിക്ക സഭയുടെ മതബോധനം 675, 676, 677 ആണ്. ഞാൻ വിശദമായിട്ട് നൽകുന്നില്ല, നിങ്ങളുടെ കയ്യിൽ പലരുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിസ്തുവിൻ്റെ 2ാം വരവിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. ഭൂമിയിലുള്ള അവരുടെ തീർത്ഥാടനത്തോടൊത്തു പോകുന്ന പീഡനം തിന്മയുടെ രഹസ്യത്തെ വെളിവാക്കും. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാരമാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത്. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യക്ഷമായ ഒരു പരിഹാരമാർഗം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്ന മതപരമായ ഒരു വഞ്ചനയുടെ രൂപത്തിലായിരിക്കും അത്. സത്യത്തെ പരിത്യജിക്കുക എന്ന വില അവർ അതിന് കൊടുക്കേണ്ടി വരും. മതപരമായ പരമവഞ്ചന അന്ത്യക്രിസ്തുവിൻ്റെതായിരിക്കും. മതപരമായ പരമവഞ്ചന അന്ത്യക്രിസ്തുവിൻ്റെതായിരിക്കും. മനുഷ്യൻ ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിശിഹായുടെയും സ്ഥാനത്ത് തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥ്യയായ മിശിഹാവാദമാണ് അത്. ഒന്നുകൂടി വായിക്കുക. മനുഷ്യൻ ദൈവത്തിൻ്റെയും മാംസം ധരിച്ചു വന്ന അവിടുത്തെ മിശിഹായുടെയും സ്ഥാനത്ത് തന്നെ മഹത്വപ്പെടുത്തുന്ന മിഥ്യയായ മിശിഹാവാദമാണ് അത്. 676 കത്തോലിക്ക സഭയുടെ മതബോധനം. യുഗാന്തപരമായ വിധിയിലൂടെ ചരിത്രത്തിന് അതീതമായി മാത്രം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയുന്ന മെസയാനിക പ്രത്യാശയെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന് അവകാശപ്പെടുന്ന ഓരോ പ്രാവശ്യവും അന്ത്യക്രിസ്തുവിൻ്റെ വഞ്ചനയുടെ നിഴൽ ലോകത്ത് പടർന്നു തുടങ്ങുന്നു. ഒന്നുകൂടി വായിക്കുക. യുഗാന്തപരമായ വിധിയിലൂടെ ചരിത്രത്തിന് അതീതമായി മാത്രം സാക്ഷാത്കരിക്കപ്പെടാൻ കഴിയുന്ന മെസയാനിക പ്രത്യാശയെ ചരിത്രത്തിൽ തന്നെ സാക്ഷാത്കരിക്കാമെന്ന് അവകാശപ്പെടുന്ന ഓരോ പ്രാവശ്യവും അന്ത്യക്രിസ്തുവിൻ്റെ വഞ്ചനയുടെ നിഴൽ ലോകത്തിൽ പടർന്നു തുടങ്ങുന്നു. വരാനുള്ള രാജ്യത്തെ സംബന്ധിച്ച് സഹസ്രാബ്ദ വാഴ്ചവാദം എന്ന പേരിലുള്ള വ്യാജ സങ്കല്പത്തിൻ്റെ പരിഷ്കൃത രൂപങ്ങളെ, പ്രത്യേകിച്ച് ഒരു ലൗകിക മിശിഹാത്വത്തിൻ്റെ പ്രകൃത്യാ തലതിരിഞ്ഞ രാഷ്ട്രീയ രൂപത്തെ സഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. 1000 കൊല്ലം യേശു ഇവിടെ വീണ്ടും വന്ന് മാംസത്തിൽ വന്ന് 1000 കൊല്ലം ഭരിക്കും. ഇതാണ് ഈ സഹസ്രാബ്ദ വാഴ്ച. യേശു വീണ്ടും മനുഷ്യനായി വന്ന് 1000 കൊല്ലം ഭരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അതെല്ലാം സഭ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ അന്ത്യക്രിസ്തുവിൻ്റെ ചെറിയ എതിർ രൂപങ്ങളാണ്. അന്ത്യക്രിസ്തുവിൻ്റെ ചെറുപതിപ്പായ എതിർ ക്രിസ്തുവിൻ്റെ രൂപങ്ങളാണ്. 677 സഭ തൻ്റെ കർത്താവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കുപറ്റുന്ന അന്തിമമായ ഈ പെസഹായുടെ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ.
ഈ രാജ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് സഭ ഉത്തരോത്തരം ഉയർന്ന് ചരിത്രപരമായ ഒരു വിജയം കൈവരിക്കുമ്പോഴല്ല. അതായത് എല്ലാ രാജ്യങ്ങളും ക്രിസ്തീയമായിട്ട് ഒരു ക്രിസ്തീയ സാമ്രാജ്യം സ്ഥാപിക്കുമ്പോഴല്ല, ഇസ്ലാമിക രാഷ്ട്രം പോലെ ഒരു ക്രിസ്തീയ സാമ്രാജ്യം സ്ഥാപിക്കുമ്പോഴല്ല. അത് തെറ്റായ ധാരണയാണ്. പിന്നെയോ തിന്മയുടെ അന്തിമമായ സ്വതന്ത്ര വികാരത്തിന്മേൽ ദൈവം നേടുന്ന വിജയത്തിലൂടെ മാത്രമാണ്. അത് അവിടുത്തെ വധു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നതിന് ഇടയാക്കും. തിന്മയുടെ ധിക്കാരത്തിന്മേൽ ദൈവം കൈവരിക്കുന്ന വിജയം കടന്നു പോകുന്ന ഈ ലോകത്തിന്റെ അന്തിമമായ പ്രാപഞ്ചിക തകിടം മറിച്ചലിന് ശേഷം നടക്കുന്ന അന്തിമ വിധിയുടെ രൂപം സ്വീകരിക്കും. അപ്പൊ ഇത് മതപരമായ ഒരു വഞ്ചന, അതായിരിക്കും അന്തിക്രിസ്തുവിന്റെ രീതി. ഇഹലോകത്ത് തന്നെ ഇല്ലേ സമത്വസുന്ദരമായ രാജ്യം, ദൈവരാജ്യം പൂർണ്ണമായ തോതിൽ ഇവിടെ തന്നെ ആവിഷ്കരിക്കാം, സ്വർഗത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെയെല്ലാം വന്നിട്ടുള്ള ഒരു മതപരമായ വഞ്ചന, അതാണ് ഈ അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു രീതി. അത്തരം ഒരു രീതിയാണ് നാത്സിസം. ഈ ജർമ്മനിയിൽ നാത്സിസം, ഹിറ്റ്ലറിൻ്റെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കമ്മ്യൂണിസം, അതൊക്കെ ഈ അന്തിക്രിസ്തുവിൻ്റെ ചെറു പതിപ്പുകളാണ്. ദൈവമില്ല, ആത്മാവില്ല, അങ്ങനെയുള്ള ഇത് കുറേ നിരീശ്വരന്മാർ, അപ്പോൾ അങ്ങനെ യുക്തിവാദികൾ, ഇവരൊക്കെ അന്ത്യക്രിസ്തുവിൻ്റെ ചെറു പതിപ്പുകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഈ കത്തോലിക്ക വിശ്വാസം എതിർക്കുന്നവർ മാർപ്പാപ്പയാണ് അന്തിക്രിസ്തു എന്ന് പ്രചരിപ്പിക്കുന്നു. അതെന്താ കാരണം? മാർപ്പാപ്പയാണ് അന്തിക്രിസ്തു എന്ന് പ്രചരിപ്പിക്കുന്നു പ്രൊട്ടസ്റ്റന്റ് സഭകൾ. അതെന്തുകൊണ്ടാണ്? ക്രിസ്തുവിൻ്റെ ആധികാരിക വികാരിയായ മാർപ്പാപ്പയിലൂടെ ക്രിസ്തു തന്നെ ഭരിക്കുന്ന സത്യസഭയാണ് കത്തോലിക്ക സഭ എന്ന് വിശ്വാസികൾക്ക് അറിയാമായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് ഈ വിശ്വാസത്തെ തകർക്കാതെ പ്രൊട്ടസ്റ്റന്റ് ഈ മുന്നേറ്റം മുന്നേറുകയില്ലെന്ന് അവർക്ക് മനസ്സിലായി. കാരണം കത്തോലിക്കര്, വിശ്വാസികൾ കത്തോലിക്ക സഭ വിട്ടുപോകാൻ മടിച്ചു. കാരണം ക്രിസ്തുവിൻ്റെ ആധികാരികമായ വികാരിയാണ് മാർപ്പാപ്പ. ആ മാർപ്പാപ്പയിലൂടെ ക്രിസ്തു തന്നെ ഭൂമിയിൽ ഭരിക്കുന്ന സത്യസഭയാണ് കത്തോലിക്ക സഭ. അപ്പോൾ അതിൽ നിന്ന് വിട്ടുപോകാൻ, അതിനെ എതിർക്കാൻ പറ്റിയ ഒരു സംഗതി ഇല്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്ത് ചാടിക്കാൻ ഒരു മാർഗം കണ്ടെത്തണം. മനഃശാസ്ത്രപരമായ സമീപനം സ്വീകരിക്കാമെന്ന് പ്രൊട്ടസ്റ്റന്റുകാർ തീരുമാനിക്കുക. എന്താണ് മനഃശാസ്ത്രപരമായ സമീപനം? മനഃശാസ്ത്രപരമായി കത്തോലിക്കരെ ആക്രമിക്കുക. എങ്കിലേ അവർ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോരുള്ളൂ. അതായത് മാർപ്പാപ്പയുള്ള ബഹുമാനം കുറയ്ക്കാതെ, കത്തോലിക്ക സഭയോടുള്ള ബഹുമാനം കുറയ്ക്കാതെ, ആ കൂറ് കുറയ്ക്കാതെ അവരെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തെത്തിക്കാൻ കഴിയില്ലെന്ന് പ്രൊട്ടസ്റ്റന്റുകാർക്ക് ബോധ്യമായി. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് കത്തോലിക്ക സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ല, കത്തോലിക്ക സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ല. പിന്നെ ആരാ? അത് വെളിപാട് ഗ്രന്ഥം പറഞ്ഞിരിക്കുന്ന ബാബിലോണിലെ വേശ്യയാണ്. ബാബിലോണിലെ വേശ്യയാണ്. അതിന് ബാബിലോണിലെ വേശ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് റോമാ നഗരത്തിൻ്റെ ചിഹ്നങ്ങളെ കൊടുത്തിരിക്കുന്നത് വെളിപാട് ഗ്രന്ഥത്തിൽ. അന്നത്തെ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, രാഷ്ട്രീയ ചക്രവർത്തിമാരെ. പക്ഷെ അതെല്ലാം റോമായിൽ ഇപ്പോൾ മാർപ്പാപ്പയാണല്ലോ. ഇപ്പൊ സീസർമാരും കൈസർമാരും അവിടെ ഇല്ല, മാർപ്പാപ്പയാണ്. അപ്പോൾ മുഴുവൻ മാർപ്പാപ്പയെ കുറിച്ചാണായി. അപ്പോൾ ഈ കുപ്രസിദ്ധ വേശ്യ, ബാബിലോൺ വേശ്യ, അത് റോമാ നഗരമാണെന്നും അത് സീസറല്ല മാർപ്പാപ്പയാണെന്നും, അതിനാൽ തന്നെ ഈ കത്തോലിക്ക സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ല, ബാബിലോണിലെ വേശ്യ എന്ന് വിളിക്കപ്പെടുന്ന റോമാ നഗരമാണെന്നും ഇവർ പ്രചരിപ്പിച്ചു. റോമ എന്ന വാക്ക് അല്ലെങ്കിൽ ബാബിലോണിലെ വേശ്യ എന്ന വാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കൈസറിനെ കുറിച്ചാണ്, സീസറിനെ കുറിച്ചാണ്, ഈ കാര്യങ്ങളൊന്നും പാവപ്പെട്ട കത്തോലിക്കർക്ക് അറിയോ? അവർക്ക് ബൈബിളും കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ പാവപ്പെട്ട കുറേ മനുഷ്യർ ചാടിക്കാനായിട്ട് അത് സഹായിച്ചു. തീർന്നില്ല. വെളിപാട് പുസ്തകത്തിലെ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം അന്ത്യക്രിസ്തുവാണെന്നും അത് മാർപ്പാപ്പയാണെന്നും അവർ പ്രചരിപ്പിച്ചു. നുണ അങ്ങ് പടച്ചു വിട്ടു. ഞാൻ ആവർത്തിക്കുക, മനഃശാസ്ത്രപരമായി കത്തോലിക്കരെ ആക്രമിക്കുക, കത്തോലിക്ക സഭ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുക. അതിനുവേണ്ടി ചെയ്തതാണ് കത്തോലിക്ക സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയല്ല, മറിച്ച് ബാബിലോൺ കുപ്രസിദ്ധ വേശ്യയാണ്, അത് റോമ നഗരമാണ്. ആ റോമ നഗരം ഭരിക്കുന്ന മാർപ്പാപ്പയാണ്, അത് അന്ത്യക്രിസ്തുവാണ് എന്നെല്ലാം പറഞ്ഞ് ഇവർ പ്രചരിപ്പിച്ചു. നമുക്ക് ഈ വെളിപാട് ഗ്രന്ഥത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ആ മൃഗം,
അതിനെക്കുറിച്ചുള്ള വിവരണം ഒന്ന് വായിക്കുക. മാർപ്പാപ്പയെക്കുറിച്ച് എന്തെങ്കിലും സൂചന അവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും അതിൻ്റെ കാല് കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിന് തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിന് മരണകരമായ മുറിവ് ഉണങ്ങിപ്പോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യൻ ആര്? അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്നവർ പറഞ്ഞു. മൃഗത്തെയും നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിക്കാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിക്കാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു. എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിന് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിന് നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും ആവശ്യമാണ്. ഈ പറഞ്ഞിരിക്കും ഇതൊക്കെയാണ് ഈ കടലിൽ നിന്ന് കയറി വരുന്ന മൃഗത്തിൻ്റെ ലക്ഷണങ്ങൾ വെളിപാട് പുസ്തകത്തിൽ. ഇത് അന്ത്യക്രിസ്തുവിനെ കുറിച്ച് അന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതിലേതെങ്കിലും ഒരു സംഗതി കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയ്ക്ക് ചേരുമോ? ഇല്ല. എന്നിട്ടും ലൂഥറൻസിൻ്റെ ബുക്ക് ഓഫ് കോൺകോർഡിൽ അവരിങ്ങനെ രേഖപ്പെടുത്തി, മാർപ്പാപ്പയാണ് യഥാർത്ഥ അന്ത്യക്രിസ്തു. അയാൾ ക്രിസ്തുവിനേക്കാൾ തന്നെ ഉയർത്തിയിരിക്കുന്നു. അതിനാൽ നാം നമ്മുടെ കർത്താവും ദൈവവുമായി പിശാചിനെ ആരാധിക്കരുത്. അതിനാൽ തന്നെ നമ്മുടെ നേതാവും തലവനുമായി ക്രിസ്തുവിൻ്റെ അപ്പസ്തലനായ മാർപ്പാപ്പയെയോ അന്ത്യക്രിസ്തുവൻ അംഗീകരിച്ച് മാർപ്പാപ്പയെയോ അന്ത്യക്രിസ്തുവിനെയോ അംഗീകരിച്ച് നമ്മുടെ മേൽ ഭരണം നടത്താൻ അനുവദിക്കുകയില്ല. അങ്ങനെ പച്ചയ്ക്ക് എഴുതിയിരിക്കുകയാണ്, മാർപ്പാപ്പയാണ് യഥാർത്ഥ അന്ത്യക്രിസ്തു. ഏതെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഇല്ല, ഒരു തെളിവുമില്ല. അന്ത്യക്രിസ്തുള്ള വാക്ക് പോലും വെളിപാട് ഗ്രന്ഥത്തിൽ ഇല്ല. എന്നിട്ട് ഓർക്കണേ, പ്രസ്ബിറ്റേറിയൻ ആംഗ്ലിക്കൻ വെസ്റ്റ്മിനിസ്റ്റർ കൺവെൻഷനിൽ ഇങ്ങനെ പ്രസ്താവിച്ചു, കർത്താവായ യേശുക്രിസ്തു അല്ലാതെ സഭയ്ക്ക് മറ്റൊരു തലവനില്ല. അതിനാൽ തന്നെ റോമായിലെ മാർപ്പാപ്പയ്ക്ക് സഭയുടെ തലവനായിരിക്കാൻ കഴിയില്ല. അയാൾ അന്ത്യക്രിസ്തുവാണ്, പാപത്തിൻ്റെ മനുഷ്യനാണ്, നാശത്തിൻ്റെ മനുഷ്യനാണ്, സഭയിൽ സ്വയം ദൈവത്തോളം ഉയർത്തി ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന മനുഷ്യനാണ്. പ്രോട്ടസ്റ്റന്റ് സഭയുടെ ആരംഭകാലത്ത് ഈ വ്യാഖ്യാനം അവർക്ക് മനഃശാസ്ത്രപരമായ ചില ആശ്വാസമൊക്കെ നൽകി. പക്ഷേ വേദത്താളുകളിൽ അല്പം പോലും അടിത്തറയില്ലാത്തതിനാൽ അവരുടെ ആളുകൾ തന്നെ ചോദിക്കാൻ തുടങ്ങി, ഈ മാർപ്പാപ്പയാണ് അന്ത്യക്രിസ്തു എന്ന് പറയാനായിട്ട് എന്താണ് ബൈബിളിൽ തെളിവ്? അങ്ങനെ തെളിവ് ഹാജരാക്കാൻ പറ്റാതെ വന്നപ്പോൾ അവരുടെ ആർഗ്യുമെന്റ്സ് എല്ലാം, വാദഗതികളെല്ലാം പൊളിഞ്ഞ് പാളീസായി. എന്താണ് അന്ത്യക്രിസ്തുവിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞത്? ക്രിസ്തു ദൈവമാണെന്ന കാര്യം നിഷേധിക്കുക. ദൈവം മനുഷ്യനായി വന്ന ആളാണ് യേശു, മനുഷ്യാവതാരം ചെയ്ത ആളാണ് യേശു എന്ന കാര്യം നിഷേധിക്കുക. പിന്നെ നമ്മിൽ നിന്ന് പുറത്തു പോയവർ, കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയവർ, ഈ 3 കാര്യങ്ങളാണ് അന്ത്യക്രിസ്തു ലക്ഷണമായിട്ട് യോഹന്നാൻ പറഞ്ഞത്. അന്ത്യക്രിസ്തു വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ് യോഹന്നാൻ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ലക്ഷണം, ഏതെങ്കിലും ഒന്ന് മാർപ്പാപ്പയ്ക്ക് ചേരുമോ? ചേരില്ലെന്ന് മാത്രമല്ല, നേരെ വിപരീതമല്ലേ സത്യം? നേരെ വിപരീതമാണ് സത്യം. ക്രിസ്തു മനുഷ്യനായി വന്നു, ദൈവം മനുഷ്യനായി ക്രിസ്തുവായി വന്നു, മനുഷ്യരക്ഷ സാധിച്ചു. ആ രക്ഷ ലോകാവസാനം വരെ തുടർന്നു കൊണ്ടുപോകാൻ അവൻ സഭ സ്ഥാപിച്ചു. ആ സഭയുടെ ഒന്നാമനായി പത്രോസിനെയും ഇടയനായി പത്രോസിനെ നിയമിച്ചു. സ്വർഗരാജ്യത്തെ താക്കോലുകൾ പത്രോസിന് മാത്രമാണ് കൈമാറിയത്. ആ സ്ഥാനമല്ലേ മാർപ്പാപ്പ അലങ്കരിക്കുന്നത്? ഇതെല്ലാം തിരുവചനമല്ലേ? ഇതെല്ലാം ശക്തമായിട്ട് തിരുവചനത്തിലുള്ളതായതുകൊണ്ട് ശക്തമായിട്ട് പ്രൊട്ടസ്റ്റന്റുകാർ തന്നെ എഴുതാൻ തുടങ്ങി. ഉദാഹരണം ഓസ്കാർ കുൾമാൻ, അദ്ദേഹം പ്രൊട്ടസ്റ്റന്റുകാരനായിരുന്നു. പക്ഷേ ഈ വക കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രചരിപ്പിച്ചു. അദ്ദേഹത്തെ രണ്ടാമത്തെ സുഗനോദോസിൽ, കത്തോലിക്ക സഭയുടെ സുഗനോദോസിൽ നിരീക്ഷനായിട്ട് സഭ വിളിക്കുകയും ചെയ്തു. അങ്ങനെ പലരും വിളിച്ചു. പ്രൊട്ടസ്റ്റന്റുകാർ തന്നെ അവരുടെ ഏറ്റുപറച്ചിലെതിരായിട്ട് എഴുതാൻ തുടങ്ങി. കാരണം വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ലാത്തത് പ്രചരിപ്പിക്കരുത്, മാർപ്പാപ്പയ്ക്കെതിരെ ഇങ്ങനെ പറയരുത് എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ വിവരമുള്ള എല്ലാ പ്രൊട്ടസ്റ്റന്റുകാരും ഇത് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതായത് മാർപ്പാപ്പയാണ് അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞത് വെറും തട്ടിപ്പാണെന്നും നുണയാണെന്നും കത്തോലിക്കരെ മനഃശാസ്ത്രപരമായി അടിച്ചൊതുക്കാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടി
തയ്യാറാക്കിയതാണെന്നും വിവരമുള്ള എല്ലാ പ്രൊട്ടസ്റ്റന്റുകാർക്കും മനസ്സിലായി. ലൂഥറൻസിൽ പലരും കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരികയാണ്. ആംഗ്ലിക്കൻ സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള ചർച്ചകൾ, എക്യുമെനിക്കൽ ചർച്ചകളുടെ വെളിച്ചത്തിൽ ഈ മാർപ്പാപ്പയുടെ പ്രൈമസി ഓഫ് അതോറിറ്റി അത് അവരിതുവരെ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ മാർപ്പാപ്പയ്ക്ക് പ്രൈമസി ഓഫ് ഓണർ, അതായത് ബഹുമാനത്തിൽ ഒന്നാമൻ മാർപ്പാപ്പയാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. അടുത്തൊരു സ്റ്റെപ്പാണ് അധികാരത്തിൽ ഒന്നാമൻ എന്നത്. ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ രാജാവാണ് ഇംഗ്ലണ്ടിലെ ആംഗ്ലിക്കൻ സഭയുടെ തലവൻ. ആ രാജാവല്ല മാർപ്പാപ്പയെന്ന് അംഗീകരിച്ചാൽ അവരും ഈ ആംഗ്ലിക്കൻസും കത്തോലിക്ക സഭയിൽ ചേരും. അതിൻ്റെ സ്റ്റെപ്പുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബെനഡിക്ട് മാർപ്പാപ്പയുടെ കാലത്താണ് ഈ ആംഗ്ലിക്കൻസ് മാർപ്പാപ്പയുടെ പ്രൈമസി ഓഫ് ഓണർ അംഗീകരിച്ചത്. മാർപ്പാപ്പ അതിനെ പറഞ്ഞത് ടു ക്രോസ് ദ റൂബിക്കൺ, അതായത് റോമായിലെ നദിയുണ്ടല്ലോ, ആ ആംഗ്ലിക്കൻസ് റോമ നദി കടന്ന് വത്തിക്കാനിലേക്ക് വരാൻ ഇനി ഏതാനും വർഷങ്ങളേ ഉള്ളൂ എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത്. അത് സംഭവിക്കട്ടെ. ഇങ്ങനെ ഈ ലൂതറൻസും ആംഗ്ലിക്കൻസും ഒക്കെ കത്തോലിക്ക സഭയും മറ്റ് അടുക്കാനായിട്ട് തുടങ്ങുകയും ഒക്കെ ആയപ്പോഴാണ് അവരിൽ നിന്ന് കുറച്ച് പേര് പുറത്തു ചാടി. അവരാണ് ഈ പെന്തക്കോസ്തക്കാർ, യഹോവ സാക്ഷികൾ, ദൈവസഭക്കാർ, അങ്ങനെ ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. അവർ കുറച്ച് കത്തോലിക്കരും കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കെല്ലാം ഈ അന്ത്യക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങളുണ്ട്. അവർ നമ്മുടെ കൂടെയായിരുന്നു, പുറത്തു പോയി. യഹോവയുടെ സാക്ഷികൾ യേശുവിനെ ദൈവത്തെ നിഷേധിക്കുന്നു. പെന്തക്കോസ്തക്കാർ, ദൈവസഭക്കാർ കത്തോലിക്ക സഭയെ ആക്രമിക്കുന്നു. സഭ സ്ഥാപിച്ചിട്ടില്ല, പത്രോസ് തലവനല്ല, മാർപ്പാപ്പ സഭയുടെ തലവനല്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞ് ഈ പറഞ്ഞ അന്ത്യക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങളൊക്കെ അവർക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇപ്പോൾ കുറേ പെന്തക്കോസ്ത പാസ്റ്റേഴ്സ് എല്ലാം തിരിച്ച് കത്തോലിക്ക സഭയിലേക്ക് വരുന്നത്. ഇതും ഇപ്പോഴത്തെ എറണാകുളം വിമതരുമായിട്ട് എന്താ ബന്ധമുണ്ട്. ദൈവം സർവ്വവ്യാപിയാണെന്നും അതിനാൽ ഒരു ദിശ, കിഴക്കുന്ന ദിശ നോക്കേണ്ടതില്ലെന്നും അവർ പറയുകയാണ്. വേറെ കാര്യം കൊണ്ട് പറയുന്നുണ്ട്. ശാസ്ത്രബോധമില്ലാത്ത മാണിപ്പറമ്പിലച്ചൻ, ഈ മഹാപ്രപഞ്ചം അതിൽ ദിശയുണ്ടോ, അവിടെ നോക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ശാസ്ത്രബോധമില്ലാത്ത മാണിപ്പറമ്പിലച്ചനും പിന്നെ സർവ്വവ്യാപിയായ ദൈവമായതുകൊണ്ട് ഒരു പ്രത്യേക ദിശയിലേക്ക് നോക്കേണ്ടതില്ല എന്നും അവർ പ്രചരിപ്പിക്കുകയാണ്. അതായത് ഏകീകൃത കുർബാന സ്വീകരിക്കാതിരിക്കാനുള്ള ന്യായമാണ് പറയുന്നത്. അപ്പം എനിക്കൊരു ചോദ്യം, ഈ ദൈവത്തിനും ശാസ്ത്രബോധം ഉണ്ടായിരുന്നില്ലേ? ദൈവത്തിനും ശാസ്ത്രബോധം ഇല്ലായിരുന്നോ? എന്നിട്ട് ഈ ശാസ്ത്രബോധമില്ലാത്ത ദൈവമാണോ ഭൂമിയിൽ വന്നത്? പ്രപഞ്ചത്തിൽ ഒരുപാട് ഗ്രഹങ്ങളും ഒക്കെ ഇല്ലേ, പക്ഷെ അവൻ ഭൂമിയിലേക്കല്ലേ വന്നത്? തീർന്നില്ല. ഭൂമിയിൽ എല്ലായിടത്തും വന്നു അവൻ മനുഷ്യനായിട്ട്? ഇല്ല. ഒരൊറ്റ സ്ഥലത്തല്ലേ വന്നുള്ളൂ. ഒരൊറ്റ സ്ഥലത്ത്. എല്ലാ കാലത്തും വന്നോ? ഇല്ല, ഒരു സമയത്ത്. അപ്പോൾ ഒരു സമയത്തും ഒരു സ്ഥലത്തുമാണ് ദൈവം മനുഷ്യനായത്, ഭൂമിയിൽ. ഞാൻ ഒന്നുകൂടി പറയാം, ഈ വിമതരെ കേൾക്കാൻ വേണ്ടിയാ എൻ്റെ താഴെ കമൻ്റ് ഇടാൻ വരുന്ന ആ ക്യാപ്സൂൾ കിട്ടിയുള്ള ആളുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നിട്ട് കമൻ്റ് ഇട്ടോളൂ, ആക്രമിച്ചോളൂ. പക്ഷെ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് സർവ്വവ്യാപിയായ ദൈവം ഭൂമിയിലേക്കാണ് വന്നത്. ഭൂമിയിലേക്ക് വന്നപ്പോൾ എല്ലാ സ്ഥലത്തേക്കല്ല വന്നത്, ഒരു സ്ഥലത്ത് ഒരു സമയത്ത്. ആ സ്ഥലത്തും സമയത്തും സംഭവിച്ച ആ ചരിത്ര സംഭവത്തിലാണ് ക്രിസ്തുധർമ്മം ഉടലെടുത്തത്, ക്രിസ്തീയ ആരാധന ഉടലെടുത്തത്. ആ ചരിത്ര സംഭവത്തിലേക്ക്, ചരിത്ര സ്ഥലത്തേക്ക് നോക്കുന്നതിനെയാണ് കിഴക്കോട്ട് നോക്കുക എന്ന് പറയണേ. ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് നിന്ന് കിഴക്കോട്ട് നോക്കുമ്പോൾ പാലസ്തീനാണ്, ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാലാണ് പാലസ്തീന. അപ്പോൾ ആ പാലസ്തീനയിലേക്ക് നോക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ സംഗതി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ ആ സ്ഥലത്തും സമയത്തും സംഭവിച്ച സംഭവം, ക്രിസ്തു സംഭവം, രക്ഷ, ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവും, മനുഷ്യാവതാരവും മരണവും ഉത്ഥാനവും, ആ ചരിത്ര സംഭവത്തിലേക്ക് നോക്കുന്നതിനെയാണ് ദൈവോന്മുഖം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം സർവ്വവ്യാപിയാണെന്നും ശാസ്ത്രബോധമുള്ളവർ കിഴക്കോട്ട് നോക്കാൻ പറയില്ലെന്നും പറയുന്നവരുടെ മനസ്സിൽ എന്താണ്? അവർ എന്താണ് ചെയ്യുന്നത്? ദൈവം ജഡത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന കാര്യം നിഷേധിക്കുകയാണ് അവർ. അതാണ് അന്ത്യക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നിഷേധിക്കുന്നതാണ് അന്ത്യക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. ആ അന്ത്യക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഈ വിമത വൈദികരും ആ വിമത വൈദികരെ അനുകൂലിക്കുന്ന അൽമായ ഗുണ്ടകളും ചെയ്യുന്നത്. മനുഷ്യാവതാരത്തെ നിഷേധിക്കുകയാണ് അവർ.
മനുഷ്യാവതാരത്തിലേക്കും കുരിശമരണത്തിലേക്കും ഉത്ഥാനത്തിലേക്കും നോക്കണമെന്നാണ്, നോക്കിക്കൊണ്ട് വേണം കുർബാന അർപ്പിക്കാനെന്നാണ് ഈ കിഴക്കോട്ട് നോക്കുക എന്ന് പറയുന്ന അർത്ഥം, ദൈവോന്മുഖം എന്നതിൻ്റെ അർത്ഥം. ദൈവം സർവ്വവ്യാപിയാണ്, പക്ഷെ അവൻ ഭൂമിയിൽ വന്നു. ഭൂമിയിൽ എല്ലായിടത്തും വന്നില്ല, ഒരു പ്രത്യേക സ്ഥലത്തും സമയത്തും വന്നു. അവിടെ സംഭവം നടന്നു. ആ സംഭവത്തിലാണ് ക്രിസ്തുധർമ്മം ഉണ്ടായത്. ആ സംഭവമാണ് ഇന്ന് കുർബാനയിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത്, ആവർത്തിക്കല്ല, അനുഷ്ഠിക്കുന്നത്. അങ്ങനെയാണ് ആ സംഭവത്തിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വെറും ഒരു ഭൂതകാല സംഭവമായിട്ട് നിൽക്കും. നമ്മിൽ നിന്നും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു വെറും സംഭവം. അതാണ് പെന്തക്കോസ്തക്കാർക്കും യഹോവ സാക്ഷികൾക്കും ദൈവസഭക്കാർക്കും അത് ഭൂതകാലത്തൊരു സംഭവമാണ്. ഇന്ന് അത് സന്നിഹിതമാക്കാൻ അവർക്ക് പറ്റുന്നില്ല, കാരണം അവർക്ക് കൂതാശകളില്ല. ഭൂതകാലത്തൊരു സംഭവം ഇന്ന് സന്നിഹിതമാക്കാൻ പറ്റുന്നത് ആവർത്തിച്ചുകൊണ്ടല്ല, കൗതാശികമായിട്ടാണ്. പരിശുദ്ധന്റെ പ്രവൃത്തിയിൽ പങ്കെടുക്കാനായിട്ട് അങ്ങനെ കഴിയൂ. ഞാൻ ആവർത്തിക്കുക, ദൈവം മനുഷ്യനായി വന്ന സത്യം, മനുഷ്യാവതാരം എന്ന സത്യം നിഷേധിക്കുന്നതാണ് അന്ത്യക്രിസ്തുവിന്റെ ഒന്നാമത്തെ ലക്ഷണം. ആ അന്ത്യക്രിസ്തുവിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് വിമത വൈദികർക്കും അതുപോലെ ഈ പറഞ്ഞ അവരെ അനുകൂലിക്കുന്ന അൽമായർക്കുമുള്ളത്. ഇത് എൻ്റെ വാക്കുകളല്ല, ഇത് ഞാൻ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കാം, അവൻ വന്നത് മനുഷ്യരുടെ ഇടയിലേക്കല്ലേ അവൻ വന്നത്? അതെ, തീർച്ചയായിട്ടും അതെ. എന്ന് വിചാരിച്ച് അവൻ എപ്പോഴും മനുഷ്യരുടെ കൂട്ടത്തിലായിരുന്നോ? അല്ല. എല്ലാവർക്കും ഒരേപോലെയാണോ അവൻ അവകാശം കൊടുത്തത്? അല്ല. അവന് 500 ശിഷ്യന്മാരുണ്ടായിരുന്നു, 70 ശിഷ്യന്മാരുണ്ടായിരുന്നു, സ്ത്രീ ശിക്ഷകളുണ്ടായിരുന്നു, പിന്നെ അപ്പസ്തോലന്മാരുണ്ടായിരുന്നു, 12 പേരുണ്ടായിരുന്നു. അതിൽ 3 പേര് സവിശേഷന്മാരുണ്ടായിരുന്നു, ഒരാൾ തനിച്ച് കൂടുതൽ സ്നേഹിച്ചിരുന്നു. ഈ രൂപാന്തരി ഭാവം അത് നോക്കുക, എല്ലാ ശിഷ്യന്മാരും മലയിലേക്ക് കർത്താവ് കൊണ്ടുപോയോ? ഇല്ല, 3 പേരെ കൊണ്ടുപോയുള്ളൂ, അടുത്തിരുന്ന് കാണാൻ. അപ്പം നമ്മൾ നോക്കിയാൽ 8 പേര് താഴ്വാരത്തിൽ, 3 പേര് മലമുകളിൽ, അതിന് കുറച്ചപ്പുറത്ത് യേശുവും പിന്നെ മഹത്വീകൃതമായിട്ടുള്ള ആ ഇതിൽ മോശയും ഏലിയായും. സ്വർഗവാസികൾ അവർ ദൈവത്തിൻ്റെ കൂടെ. അത് ഒരു മിന്നൊളി പോലെയാണ് പത്രോസും യാക്കോബും യോഹന്നാനും കാണുന്നത്. കർത്താവിൻ്റെ മനുഷ്യത്വം എന്ന ആ തിരശ്ശീല പതുക്കൊന്ന് പൊക്കി, അപ്പോൾ അവന് ദൈവത്വം കണ്ടു. അപ്പോഴാണ് പത്രോസ് പേടിച്ച് പോയത്. അപ്പോൾ ഈ മനുഷ്യനായി വന്ന യേശു എല്ലാവർക്കും കാണപ്പെട്ടോ? ഈ രൂപാന്തരഭാവമാണ് വാസ്തവത്തിൽ കുർബാനയിൽ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിരശ്ശീലവും പതുക്കെ പൊക്കിയപ്പോൾ അവൻ്റെ ദൈവത്വം കണ്ടു. ആര്? 3 പേര്. സ്വർഗവാസികളോട് കൂടിയാണ് കർത്താവ് വന്നത്. അപ്പോൾ സ്വർഗവാസികളോട് കൂടി മധുബഹയിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിൻ്റെ ആ വിരി മാറ്റുമ്പോൾ അവൻ്റെ ദൈവത്വം നമ്മൾ കുറച്ച് കാണുക. ആ വിരിയുടെ മറവിൽ കർത്താവ് ഇല്ലേ, മനുഷ്യത്വം നാം വിരിയിട്ടോണ്ടാണ് അവൻ വന്നത്. ആ വിരി പതുക്കൊന്ന് മാറ്റിയതാണ് അവൻ്റെ ഈ രൂപാന്തരി ഭാവം. അത് 3 പേരെ കണ്ടുള്ളൂ. ആ 3 പേരെ സാക്ഷ്യമാണ് ബാക്കി 8 പേർക്ക്. അപ്പം നമുക്ക് 3 സ്ഥലങ്ങളും കൂടി ദേവാലയത്തിനുള്ളത് രൂപാന്തരി ഭാവത്തിൽ കാണാൻ പറ്റില്ലേ? താഴ്വാരത്തിലുള്ള 8 പേര്, 3 പേര് മധുബഹയിൽ, സ്വർഗം രൂപാന്തരി ഭാവം, യേശു സ്വർഗീയവാസികളും, മധുബഹ. അപ്പോൾ ഹൈക്കല, മധുബഹ, സ്വർഗീയ സിംഹാസനം, ഈ 3 തട്ടുകൾ രൂപാന്തരി ഭാവത്തിലുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് പുതിയ നിയമത്തിലെ ദേവാലയം. കൂടുതൽ കാര്യങ്ങൾ ഞാൻ ദേവാലയത്തിൻ്റെ ഘടനയെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1-2 പ്രാവശ്യം പറഞ്ഞു, ഇനിയും പറയാനിരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ വ്യക്തമാക്കാം. ചുരുക്കത്തിൽ ദൈവം ഭൂമിയിൽ വന്നു മനുഷ്യനായി. ആ ചരിത്ര സംഭവത്തെ നിഷേധിക്കുന്നതാണ് അന്ത്യക്രിസ്തുവിൻ്റെ ലക്ഷണം. ആ ചരിത്ര സംഭവത്തിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പറയുന്നതും അന്ത്യക്രിസ്തുവിൻ്റെ ലക്ഷണമാണ്, എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണമാണ്. അതിനാൽ എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകൾ മാർപ്പാപ്പയാണ് അന്ത്യക്രിസ്തുവെന്നും കത്തോലിക്ക സഭ ബാബിലോണിൽ വേശിയാണെന്നും പറഞ്ഞ് ദൈവദൂഷണം പറഞ്ഞ് കർത്താവിൻ്റെ ശാപത്തിന് കീഴിൽ നിൽക്കരുത്. എത്രയും പെട്ടെന്ന് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരിക. വിവരമുള്ള പ്രൊഫഷണലുകാരൊക്കെ തിരിച്ചു വരികയാണ്, അത് നിങ്ങളും ചെയ്യാം. 2, വിമത വൈദികരോട് അന്ത്യക്രിസ്തുവിൻ്റെ ലക്ഷണമായ വിമത വൈദികരോടും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ അൽമായ മുന്നേറ്റക്കാരോടും പറയാണ്, അന്ത്യക്രിസ്തുവിൻ്റെ ലക്ഷണമായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നിഷേധിക്കുക. ആ മനുഷ്യാവതാരത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. ദൈവം സർവ്വവ്യാപിയാണ്, ഏത് ഗ്രഹത്തിലും വേണമെങ്കിൽ അവനാകാം എന്നുള്ള ഈ തൊടുന്യായങ്ങളൊക്കെ പറഞ്ഞ് സഭയെ എതിർക്കാനും മാർപ്പാപ്പയെ എതിർക്കാനും കർത്താവിനെ എതിർക്കാനും കർത്താവിൻ്റെ തിരുവചനത്തെ എതിർക്കാനും മുതിരരുത്. തീർന്നില്ല. ദൈവം ഭൂമിയിൽ മനുഷ്യരുടെ അടുത്ത് വന്നെങ്കിലും അവൻ എല്ലാവർക്കും ഒരുപോലെ സാന്നിധ്യം കൊടുത്തില്ല. അവിടെയെല്ലാം വ്യത്യാസങ്ങളുണ്ടായിരുന്നു.
രൂപാന്തരി ഭാവത്തിൽ സംഭവിച്ചതിൻ്റെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ പള്ളിയിൽ സംഭവിക്കുന്നത്. സ്വർഗീയ സ്വർണോസ്, ത്രോണോസ്, മധുബക, ഹൈക്കല, ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. സ്വർഗവാസികളോടുകൂടി ദൈവം പ്രത്യക്ഷപ്പെടുന്നു, ദൈവം വരുന്നു. അത് കാണുന്നത് 3 പേര് വളരെ അടുത്തുനിന്ന് കാണുന്നു, പുരോഹിതന്മാർ, കുറച്ച് പേര് ഹൈക്കലയിൽ. ഇങ്ങനെ ഒരു രൂപാന്തരി ഭാവം, ഇതാണ് വാസ്തവത്തിൽ നമ്മുടെ പള്ളിയിൽ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മാത്രമല്ല, പക്ഷേ ഇതാണ് ബേസിക് ഘടന. ഈ ഘടനയിലാണ് പള്ളികൾ പണിയുന്നത് പോലും. അതിനാൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അന്തിക്രിസ്തുവിൻ്റെയും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന എതിർ ക്രിസ്തുവിൻ്റെയും ലക്ഷണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഞാൻ പലതും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇടയിലും കാണുന്നുണ്ട്. നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരും അവരും ഈ അന്തിക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങൾ പേറുന്നവരാണ്. എന്നെക്കുറിച്ചുള്ളൊരു ആരോപണത്തോടു കൂടി മറുപടി പറയട്ടെ. എങ്ങനെയെങ്കിലും വിമത വൈദികരെ പുറത്താക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണമെന്നാണ് പറയണേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മറിച്ചല്ലേ, അവർ പുറത്ത് പോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത്. പുറത്ത് പോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ച് പേര് ഓട്ടോമാറ്റിക്കായി പുറത്ത് പോയ കാര്യം ഞാൻ പറഞ്ഞു. അതായത് കുർബാനയെ അവഹേളിക്കുന്നവർ, ലാത്തെ സെന്റൻസി പുറത്ത് പോയവരാണ്. അവരകത്ത് വരാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണേ. മറ്റുള്ള വിമത വൈദികരും ഈ അൽമായ മുന്നേറ്റക്കാരും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത്. അല്ലാതെ എങ്ങനെയെങ്കിലും അവർ ചാടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണോ പറയണേ? പിന്നെ ഒരു ആരോപണം കൂടിയുണ്ട്. നീ ബലി അർപ്പിക്കുമ്പോൾ നിനക്ക് ആരോടെങ്കിലും ഏതെങ്കിലും സഹോദരന് നിന്നോട് വിരോധമെന്ന് തോന്നിയാൽ ബലിവസ്തു വെച്ച് അവരുമായി രമ്യതപ്പെടുക. ഈ എറണാകുളത്തെ ഏതെങ്കിലും വൈദികരെ എനിക്ക് നേരിട്ടറിയോ? അവരും ഞാൻ തമ്മിൽ വ്യക്തിപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വൈദികനെ എനിക്കറിയില്ല. എറണാകുളത്ത് ഒരു വൈദികനെ എനിക്കറിയില്ല. അവർ തമ്മിൽ വ്യക്തിപരമായിട്ട് യാതൊരു വഴക്കോ വക്കാണോ എനിക്കില്ല. ഉണ്ടോ? ഒരു വൈദികനുമായിട്ടും എനിക്ക് വഴക്കോ വക്കാണോ ഇല്ല. അവരായിട്ട് അറിയൂല്ല. പണ്ട് പഠിച്ച ചില ക്ലാസ്മേറ്റ്സ് ഉണ്ട്, അവരുമായിട്ടും എനിക്ക് യാതൊരു സൗഹൃദ കുറവില്ല. അപ്പം വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും വഴക്കുണ്ടായിട്ടാണോ ഞാൻ അത് പറയുന്നത്? അല്ല. മറിച്ച് കർത്താവും കർത്താവിൻ്റെ സഭയും, അത് വിട്ടൊരു കളി എനിക്കില്ല. കർത്താവും കർത്താവിൻ്റെ സഭയും, ആ സഭയോട് ചേർന്ന് നിൽക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ആ ചേർന്ന് നിൽക്കാത്തത് പാഷാണ്ഡതയും ശീഷ്മയും കൊണ്ടാണ്. അതിനെ എതിർക്കുക എന്നുള്ളത് ഏത് കത്തോലിക്ക വിശ്വാസിയുടെയും അടിസ്ഥാന ധർമ്മമാണ്. അതേ ഞാൻ ചെയ്യണുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു ആരോപണം, ഈ അച്ഛന് വേറെ പണിയില്ലേ? മെക്കെട്ടുകയറ്റമാണോ പണി? അതെ, മെക്കെട്ടുകയറ്റമാണ് പണി. ഒന്ന്, അച്ഛൻ എന്ന് പറഞ്ഞാൽ വചനം പ്രഘോഷിക്കുന്നവനാണ്. വചനം പ്രഘോഷിക്കുന്നത് പള്ളിയിൽ മാത്രമാണോ? അല്ലല്ലോ. ലോകം മുഴുവൻ പോയി വചനം പ്രഘോഷിക്കാനാ. കർത്താവ് വള്ളത്തിലും പിന്നെ നടന്നും കഴുതപ്പുറത്തും ഒക്കെ പോയിട്ട് വചനം പ്രഘോഷിച്ചത്. അന്ന് കിട്ടുന്ന എല്ലാ മാധ്യമങ്ങളും കർത്താവ് ഉപയോഗിച്ചു, മലമുകളിലും കടൽ തീരത്തും ഒക്കെ. ഞാനിന്ന് സാധ്യമായ എൻ്റെ പരിധിക്കുള്ളിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ച് വചനം പ്രഘോഷിക്കുന്നു. 24 മണിക്കൂർ വചനം പ്രഘോഷിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. 2-2.5 മണിക്കൂർ ഉറങ്ങി ബാക്കിയുള്ള സമയത്ത് മുഴുവൻ പുസ്തകത്തിലൂടെയും ധ്യാനത്തിലൂടെയും കോൺഫറൻസിലൂടെയും ഇതുപോലെയുള്ള വീഡിയോസിലൂടെയും വചനം പ്രഘോഷിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് എൻ്റെ കഴുത്തങ്ങറുത്ത് കൊന്നാൽ പോലും ഞാൻ അത് അവസാനിപ്പിക്കില്ല. അതുകൊണ്ട് ഇയാൾക്ക് വേറെ പണിയില്ലേ? ഇല്ല. വചനപ്രഘോഷണം എന്ന പണിയല്ലാതെ വേറൊരു പണി എനിക്കില്ല. ലിറ്റർജി പോലും വചനപ്രഘോഷണമാണ്. 18ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയതാണിത്. ഇപ്പം 60 വയസ്സായി. ഇനിയും തുടരും. ആയുസ്സുള്ള കാലത്തോളം, തൊണ്ടിൽ ശ്വാസമുള്ള കാലത്തോളം, ഓർമ്മയും ബോധമുള്ള കാലത്തോളം. ചുരുക്കത്തിൽ ഇത് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. നിങ്ങളിത് പരമാവധി ഒന്ന് പ്രചരിപ്പിക്കണം. എന്നെക്കുറിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ അന്തിക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങൾ എവിടേക്കാണ് ഉള്ളത്, ആ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി പ്രചരിപ്പിക്കണമെന്നും പരമാവധി ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അന്തിക്രിസ്തുവിൻ്റെ ആ ലക്ഷണങ്ങളുള്ളവരിൽ കൂടെ പോകാതിരിക്കാനുള്ള ആ വിവരവും വകതിരിവും ബോധമൊക്കെ നമുക്കുണ്ടാകട്ടെ.